മുഖ്യധാരാ മാധ്യമങ്ങൾ ഫോർത്ത് എസ്റ്റേറ്റ് ആണെങ്കിൽ നാലാം തൂണായിട്ടാണ് മുഖ്യധാരാ മാധ്യമങ്ങളെ കാണുന്നതെങ്കിൽ ന്യൂ മീഡിയ അഥവാ ഓൺലൈൻ മീഡിയ എന്ന് പറയുന്നത് അഞ്ചാം തൂണായിട്ട് വേണമെങ്കിൽ കാണാം. ഇപ്പോൾ ഏതാണ്ട് രാജ്യത്തെ 60 കോടിയോളം ആളുകൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 2026 അത് 100 കോടി ആളുകൾ ഇന്ത്യയിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരായിട്ട് മാറുമെന്നാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പലപ്പോഴും മുഖ്യധാര മാധ്യമങ്ങൾ സംശയിച്ചു നിൽക്കുന്ന ഘട്ടങ്ങളിൽ പോലും സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് സാധിക്കാറുണ്ട്. എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളും മാധ്യമധർമ്മം പാലിക്കുന്നുണ്ടോ എന്ന് ഉള്ള ചോദ്യം ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് പറയാൻ കഴിയാത്തൊരു സ്ഥിതിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഓൺലൈൻ മീഡിയ പ്രസ് ക്ലബിന്റെ ഉദ്ഘാടനവും ജില്ലാ സമ്മേളനവും നടക്കുന്ന ഈ പരിപാടിയിലെ അധ്യക്ഷൻ ഓൺലൈൻ മീഡിയ പ്രസ് ക്ലബിന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ബഹുമാനിയായിട്ടുള്ള സംസ്ഥാന മന്ത്രി ശ്രീ സി ദിവാകരൻ അവർ, KPCC അംഗം ശ്രീ ശാസ്ത്രമംഗലം മോഹൻ അവർ, ഇവിടെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഓൺലൈൻ മീഡിയ പ്രസ് ക്ലബിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ KP ഷാജി, സംസ്ഥാന ജനറൽ സെക്രട്ടറി TR ദേവൻ, ശ്രീ SP മധു, സുരാജ് ചെല്ലങ്കോൾ, മറ്റ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഒരുപക്ഷെ ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓൺലൈൻ മീഡിയ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ള സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരുപക്ഷെ രാജ്യത്തെ തന്നെ ആദ്യത്തെ പ്രസ് ക്ലബായിരിക്കാം ഇന്നിവിടെ തുടങ്ങുന്നത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘാടകരായിട്ടുള്ള മുഴുവൻ ആളുകളെയും അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ജനാധിപത്യത്തിൽ ഫോർത്ത് എസ്റ്റേറ്റ് എന്നാണ് മാധ്യമങ്ങളെ വിശേഷിപ്പിക്കുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങൾ ഫോർത്ത് എസ്റ്റേറ്റ് ആണെങ്കിൽ നാലാം തൂണായിട്ടാണ് മുഖ്യധാരാ മാധ്യമങ്ങളെ കാണുന്നതെങ്കിൽ ന്യൂ മീഡിയ അഥവാ ഓൺലൈൻ മീഡിയ എന്ന് പറയുന്നത് അഞ്ചാം തൂണായിട്ട് വേണമെങ്കിൽ കാണാം. നിരവധി ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന മാധ്യമങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കാൻ കഴിവുള്ളവരും ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണ് ഈ ഓൺലൈൻ മീഡിയ. മറ്റുള്ളവർക്കൊക്കെ എഡിറ്റോറിയൽ പോളിസി തുടങ്ങിയിട്ടുള്ള ധാരാളം വിലങ്ങുതടികൾ മാധ്യമ പ്രവർത്തകർ അവരാഗ്രഹിക്കുന്നതെല്ലാം മറ്റു മാധ്യമങ്ങളിൽ അത് നടപ്പിലാക്കാൻ സാധിക്കില്ല. കാരണം അതിന്റെ ഉടമസ്ഥരുടെ ചില നയങ്ങളുണ്ട്. ആ പോളിസിക്കനുസരിച്ചിട്ട് മാത്രമേ മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളിൽ ആളുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഈ തരത്തിലുള്ള എഡിറ്റോറിയൽ പോളിസിയുടെ വിലങ്ങുതടികളില്ലാത്ത ഒരു മേഖലയായിട്ടാണ് അതിന്റെ കരുത്തും അതിന്റെ ചിലപ്പോഴൊക്കെ കുഴപ്പങ്ങളും. രാജ്യത്ത് തന്നെ 2011 എന്റെ ഓർമ്മ, ന്യൂസ് 8ന്റെ ഫസ്റ്റ് പോസ്റ്റ് എന്നുള്ള പേരിൽ ആദ്യത്തെ ഓൺലൈൻ മാധ്യമം എന്നുള്ള നിലയിൽ രംഗത്ത് വരുന്നു. പിന്നീട് നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള ഒരു ഡിജിറ്റൽ വിപ്ലവം 2014 പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി ഡിജിറ്റൽ മേഖലയിലുണ്ടായിട്ടുള്ള വലിയൊരു കുതിച്ചുചാട്ടം അത് ഓൺലൈൻ മാധ്യമങ്ങൾക്കും വളരെ സഹായകരമായി. ഇപ്പോൾ ഏതാണ്ട് രാജ്യത്തെ 60 കോടിയോളം ആളുകൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 2026 അത് 100 കോടി ആളുകൾ ഇന്ത്യയിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരായിട്ട് മാറുമെന്നാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്.
ഏതാണ്ട് 70 കോടി ആളുകൾ, രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയോളം ആളുകൾ ഇപ്പോ ഇന്റർനെറ്റിന്റെ ഉപഭോക്താക്കളാണ്. ഈ അടുത്ത കാലത്ത് റോയിട്ടേഴ്സിന്റെ ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ട് പറയുന്നത് വാർത്തകൾക്ക് വേണ്ടി ആശ്രയിക്കുന്നതോ അല്ലെങ്കിൽ വാർത്തകൾ വായിക്കാൻ താല്പര്യപ്പെടുന്നതോ ആയിട്ടുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തെ 71% ആളുകൾ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയാണ് വാർത്തകൾ വായിക്കാൻ ആഗ്രഹിക്കുന്നതും വാർത്തകൾക്ക് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നതും എന്നാണ്. 49% ആളുകൾ സോഷ്യൽ മീഡിയകളെയാണ് ആശ്രയിക്കുന്നത്. യൂട്യൂബ്, ഫേസ്ബുക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ, ഇതൊക്കെയാണ് വാർത്ത അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം ആശ്രയിക്കുന്നത്. ഒരുപക്ഷെ ഫേസ്ബുക്ക് ഏറ്റവും സജീവമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം കേരളമാണ്. മറ്റു പല സംസ്ഥാനങ്ങളും എക്സിലേക്കും ഒക്കെ മാറിക്കഴിഞ്ഞപ്പോൾ കേരളത്തിൽ എക്സിന് ആ തരത്തിലുള്ള ഒരു പ്രചാരം കിട്ടിയിട്ടില്ല. കേരളത്തിൽ ഇപ്പോഴും ഫേസ്ബുക്കിലാണ് പൊതുവെ നിൽക്കുന്നത്. 54% ആളുകൾ യൂട്യൂബിൽ വാർത്ത കാണുമ്പോൾ 46% ആളുകൾ മാത്രമാണ് ടിവിയിൽ വാർത്ത കാണുന്നത്. പത്രവായന എന്ന് പറയുന്നത് 40% താഴ്ന്നു. അതുകൊണ്ട് തന്നെ എല്ലാ മാധ്യമങ്ങളും ഇപ്പോ ഡിജിറ്റൽ വേർഷൻ പ്രൊമോട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അവരുടെ അച്ചടിച്ചിട്ടുള്ള കടലാസിൽ അച്ചടിച്ച് എല്ലാവർക്കും എത്തിക്കാൻ ശ്രമിക്കുന്നതിന് പകരം എല്ലാവരും അവരുടെ ഡിജിറ്റൽ വേർഷൻ അപ്പോ എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് ഇല്ല. മാത്രമല്ല ലോകം മുഴുവൻ ആ വാർത്തകൾ എത്തുന്നു എന്നവർക്ക് ഉറപ്പുകിട്ടുകയും ചെയ്യും. കോംസ്കോറിന്റെ 2019 റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയാണ് ലോകത്തിൽ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ഓൺലൈൻ ന്യൂസ് കൺസ്യൂമിംഗ് കൺട്രി. ഓൺലൈൻ വാർത്തകളുടെ ഉപഭോക്താക്കളുള്ള ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ രാജ്യം ആയിട്ട്. കാരണം സ്ഥിരമായിട്ട് ഓൺലൈൻ മാധ്യമങ്ങളെ ആശ്രയിക്കുന്ന ആളുകൾ, അത് മാത്രം നോക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളായിട്ട് കോംസ്കോർ പറയുന്നത് ഏതാണ്ട് 28 കോടി ആളുകൾ നമ്മുടെ രാജ്യത്ത് അങ്ങനെയുള്ള ആളുകളാണ്. ഞാനിന്ന് രാവിലെ എന്റെ സഹോദരന്റെ മകൻ, അവനൊരു 10, 22, 23 വയസ്സ്, അവ പറഞ്ഞു ഞങ്ങളൊന്നും നിങ്ങളെ പോലെ പത്രവും ടിവിയും കാണാം, ഞങ്ങൾ ഇത് മാത്രമാണ് കാണുന്നത്, യൂട്യൂബ് മാത്രമേ നോക്കാറുള്ളൂ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഉള്ള വാർത്തകളാണ് ആശ്രയിക്കുന്നത്. അപ്പൊ അതിലൂടെയാണ് എല്ലാ വിവരങ്ങളും ഇന്ന് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഒരുപക്ഷെ ഭാഷാ മാധ്യമങ്ങളിൽ മലയാളത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ ഈ തരത്തിലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ ഉണ്ടാകും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പലപ്പോഴും മുഖ്യധാര മാധ്യമങ്ങൾ സംശയിച്ചു നിൽക്കുന്ന ഘട്ടങ്ങളിൽ പോലും സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് സാധിക്കാറുണ്ട്. കാരണം ഒന്ന്, നിങ്ങളുടെ എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റ് വളരെ കുറവാണ്. മറ്റു പലർക്കും നടത്തിക്കൊണ്ടുപോകാനുള്ള ചെലവ്, ആ ചെലവിന് വേണ്ടിയിട്ട് പല കേന്ദ്രങ്ങളെ ആശ്രയിക്കേണ്ടി വരും. അത് സർക്കാരിനെ ആശ്രയിക്കേണ്ടി വരും, അല്ലാത്ത പല കേന്ദ്രങ്ങളെയും ആശ്രയിക്കേണ്ടി വരും. അങ്ങനെയുള്ള കേന്ദ്രങ്ങളെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാകുമ്പോൾ സ്വാഭാവികമായും ഒരു കോംപ്രമൈസ് എല്ലായ്പ്പോഴും ചെയ്തു. അതേസമയം ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ആ തരത്തിലുള്ള ഒരു കോംപ്രമൈസിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്, എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റിന്റെ കുറവില്ലാത്തതുകൊണ്ട് ഓൺലൈൻ മാധ്യമങ്ങളും ഡിജിറ്റൽ മാധ്യമങ്ങളും അവർക്ക് കാര്യങ്ങൾ തുറന്നു പറയാൻ, സത്യസന്ധമായിട്ട് അവതരിപ്പിക്കാൻ, അതിന് മറ്റുള്ളവർ നേരിടുന്ന വിലങ്ങുതടികൾ അവർക്കില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. 2014 പൊതു തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഏറ്റവും വലിയ പ്രയോജനം കിട്ടിയിട്ടുള്ള ഒരാളാണ് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, ഭാരതീയ ജനതാ പാർട്ടി. കാരണം ആ കാലത്ത് മുഖ്യധാരാ മാധ്യമങ്ങൾ നരേന്ദ്രമോദിയെ കുറിച്ച് നൽകിയിരുന്ന ഒരു ചിത്രം, ആ ചിത്രം ചരിത്രത്തിന്റെ ഒരു വശം മാത്രമേ, മറ്റൊരു വശം, ചരിത്രത്തിന്റെ മറ്റൊരു വശമുണ്ട് എന്നുള്ള കാര്യം ഓൺലൈൻ മാധ്യമങ്ങളാണ് ആ കാലഘട്ടത്തിൽ ഏറ്റവും വ്യാപകമായി ജനങ്ങളിലേക്ക് എത്തിച്ചത്. ഇന്ന് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത്
മുഖ്യധാരാ മാധ്യമങ്ങൾ പലപ്പോഴും ശ്രീ ദിവാകരൻ അദ്ദേഹം ഭരണകക്ഷിയുടെ ഭാഗമായിട്ടുള്ള പാർട്ടിയുടെ ആളാണ്. പലപ്പോഴും അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായങ്ങൾ വെട്ടി തുറന്നു പറയുന്ന ഒരാളാണെങ്കിൽ പോലും കേരളത്തിലെ മാധ്യമങ്ങൾ, മുഖ്യധാര മാധ്യമങ്ങൾ, അവർ പലപ്പോഴും പഠിക്കുന്ന സമീപനം എന്താണെന്ന് നമ്മളെല്ലാവരും കാണുന്നത്. അതേസമയത്ത് ആ കാര്യങ്ങളുടെ മറുവശം എന്താണ് എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നിർഭയം, നിഷ്പക്ഷം ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് സാധിക്കുമെന്നുള്ളത് വളരെ വളരെ വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ മേഖല എന്ന് പറയുന്നത് വളരെ കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ള ഒരു മേഖലയാണ്. അതേസമയത്ത് എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളും മാധ്യമധർമ്മം പാലിക്കുന്നുണ്ടോ എന്ന് ഉള്ള ചോദ്യം ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് പറയാൻ കഴിയാത്തൊരു സ്ഥിതിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസിനെതിരായിട്ട് ഇപ്പൊ ധാരാളം വാർത്തകൾ, തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വാർത്തകളും ഫേക്ക് ന്യൂസുമാണ് വരുന്നത്. ഇന്നലെ തന്നെ എന്നോട് ഒരാൾ പറഞ്ഞു, സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഗുജറാത്തിൽ പണിതപ്പോ സ്റ്റാച്യു ഓഫ് യൂണിറ്റി പണിതിട്ട് അത് മുഴുവൻ ചൈനീസ് കമ്പനിയാണ് പണിതത് എന്നുള്ളൊരു പ്രചരണം നമ്മുടെ മാധ്യമങ്ങളിലുണ്ട്. വിക്കിപീഡിയയിൽ എഡിറ്റ് ചെയ്യുന്ന ഒരു പേജ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു മലയാളം പേജ്, ആ മലയാളം പേജ് പറയുന്നത് ചൈനീസ് കമ്പനിയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി പണിതത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി പണിയാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയത് ലാസറിന് ഉൾപ്പെടും. പക്ഷേ ഈ വസ്തുത പലപ്പോഴും ഈ മറുവശം ഈ തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുമ്പോൾ ഈ വസ്തുത സത്യസന്ധമായിട്ട് ആളുകൾക്ക് കിട്ടണമെന്നില്ല. അപ്പൊ ഈ രീതിയിലുള്ള പലതരത്തിലുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണങ്ങൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഫേക്ക് ന്യൂസ്. ഈ കഴിഞ്ഞ ദിവസം എന്റെ ഓർമ്മ വർലിയിലെ പാലം, ബോംബെ, ആ പാലത്തിൽ വിള്ളൽ വന്നു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വളരെ വ്യാപകമായിട്ട്. വാസ്തവത്തിൽ അവിടെ വിള്ളൽ ഉണ്ടായിരുന്നത് അവിടുത്തെ അപ്രോച്ച് റോഡ് പണ്ടങ്ങാണ്ട് പണിത ഒരു അപ്രോച്ച് റോഡിന്റെ ഒരു ഭാഗമാണ്, പാലത്തിലല്ല വിള്ളൽ. പക്ഷെ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ നടന്ന പ്രചരണം വർലി പാലത്തിൽ വിള്ളൽ, നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഉദ്ഘാടനം ചെയ്ത പാലത്തിൽ. ഈ ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നത് പലപ്പോഴും ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെയാണ് ഏറ്റവും കൂടുതൽ പ്രസരണം ചെയ്യുന്നത്. ആ ഒരു സാഹചര്യം അത് രാജ്യത്തിന്റെ തന്നെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന, മാത്രമല്ല നാട്ടിൽ ജനങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിലുള്ള അടക്കമുള്ള ഫേക്ക് ന്യൂസ്. ആ ഫേക്ക് ന്യൂസ് വരുമ്പോൾ സ്വാഭാവികമായും ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അത്തരത്തിലുള്ള ഫേക്ക് ന്യൂസ് അതിനെ നിയന്ത്രിക്കുക എന്ന്. ഇപ്പൊ സത്യസന്ധമായിട്ട് വസ്തുതാപരമായി വാർത്തകൾ എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, ആ പ്രവർത്തനം തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത്തരം പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ശ്രമവും ഉണ്ടാക്കാൻ നരേന്ദ്രമോദി സർക്കാർ ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ ഈ ഘട്ടത്തിൽ തുറന്നു പറയാൻ എല്ലാവർക്കും ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതേ അവസരത്തിൽ ഈ തരത്തിലുള്ള വാർത്തകൾ, സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്ന വാർത്തകൾ, തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന വാർത്തകൾ, ആ വാർത്തകൾ ഉണ്ടാകും. അത് നമ്മുടെ രാജ്യത്തെ മാത്രം പ്രശ്നമല്ല. ഇന്നിപ്പോ ഞാൻ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് അമേരിക്കയിലെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും വെടിയേറ്റത്. അതിനെ സംബന്ധിച്ച് മുഖ്യധാരാ മാധ്യമങ്ങൾ അടക്കം നൽകിയിട്ടുള്ള വാർത്തകൾ, ആ വാർത്തകൾ വസ്തുത പൂർണ്ണമായിട്ടും പുറത്തു കൊണ്ടുവരുന്നതല്ല എന്ന് ഇപ്പൊ തന്നെ ഈ മാധ്യമ വിശകലനം നടത്തുന്ന ആളുകൾ എഴുതിക്കഴിഞ്ഞു. അപ്പൊ ഈ തരത്തിലുള്ള ഒരു മാധ്യമരംഗത്ത് ഇന്ന് വേഗതയും സത്യസന്ധതയും ഇത് രണ്ടും ഒരേപോലെ പാലിക്കേണ്ട ഒരു സാഹചര്യത്തിൽ വേഗത്തിൽ വാർത്തകൾ എത്തണം, എന്നാൽ വസ്തുനിഷ്ഠമായിട്ടുള്ള വാർത്തകൾ എത്തണം. അത് എത്തണം എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ വാർത്തകൾ ബോധപൂർവം പടച്ചുവിടുന്നതാകാതിരിക്കാനുള്ള പ്രത്യേക ശ്രമം
അതിന് അത്തരത്തിലുള്ള ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ കൂടുതൽ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒന്നോ രണ്ടോ ആളുകൾ കാണിക്കുന്ന ചില കുഴപ്പങ്ങളുടെ പേരിൽ ഓൺലൈൻ മാധ്യമങ്ങളുടെ മുഴുവൻ വിശ്വാസ്യത തകരുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തും. അത് ഇന്നത്തെ ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ 60%-ഓളം 84% ആളുകൾ ഓൺലൈൻ മാധ്യമങ്ങളെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അത് വീണ്ടും വർദ്ധിക്കാനുള്ള സാഹചര്യത്തിൽ അത് നാടിന് ഗുണകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല എന്നുകൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പുതിയൊരു പരിശ്രമം, ഈ പരിശ്രമത്തിന് തുടക്കം കുറിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇതിൽ പങ്കാളിയാക്കാൻ സാധിച്ചതിനുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും